വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നാളെ RSSന്റെ 100ാം ജന്മദിനമാണ്. RSS പിറന്നിട്ട് 100 വർഷം തികയുകയാണ്. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിളിച്ച യോഗത്തിൽ അദ്ദേഹം പോലീസുകാരോടൊക്കെ പറയുന്നത് നിങ്ങൾ ഈ സംഘടനയുമായി അകലം പാലിക്കണം എന്നാണ് പറയുന്നത്. RSS എന്ന് പറയുന്ന സംഘടന രാഷ്ട്രത്തിന്റെ പരമവൈഭവം ലക്ഷ്യം കണ്ടുകൊണ്ട് പിറന്ന ഒരു സംഘടനയാണ്. രാഷ്ട്രത്തിനെ അതിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിക്കുക, അതിന്റെ പീക്ക് ഫോമിൽ എത്തിക്കുക എന്നുള്ളതാണ് RSSന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിറന്നു വീണത് മുതൽ തന്നെ ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയ സംഘടന കൂടെയാണ് RSS. അതിലെ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് നിലവിലുള്ള വിവാദമല്ല, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RSS എനിക്ക് തോന്നുന്നു 3-4 തവണ നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിവാദങ്ങൾ RSS കൂടുതൽ ശക്തമാകും തോറും വിവാദങ്ങളും കൂടുതൽ ശക്തമാവുകയാണ്. പണ്ട് RSSുമായിട്ട് കൈകൊടുത്തിരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് RSSനെ എതിർപക്ഷത്ത് നിർത്തി RSSനെ ഇല്ലാത്തതും വ്യാജ ആരോപണങ്ങളും ഉന്നയിച്ച് നേരിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ സംഘടനയ്ക്ക് വളർച്ചയല്ലാതെ തളർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ ആരോപണം ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഗോഡ്സെ എന്ന് പറയുന്നത് ഒരു RSSകാരനായിരുന്നു, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് RSS പറഞ്ഞിട്ടാണ് എന്നുള്ളതായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് ഇവിടെയുള്ള ജെൻസി കുട്ടികളടക്കം പഠിച്ച് അതിൽ നിന്നെല്ലാം മോചനം നേടി വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോഴും ആരോപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ഏറ്റവും വലിയ ആരോപണം ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായ ആരോപണമാണ്. ഈ RSS എന്ന് പറയുന്ന സംഘടന ഉണ്ടായിട്ട് RSS എന്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഞാൻ മനസ്സിലാക്കുന്നത് RSS സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയല്ല എന്നുള്ളതാണ്. അതിനിവിടെ കോൺഗ്രസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിലൂടെ അതിനിടയിൽ ജനിച്ച ഒരു സംഘടന എന്ന നിലയ്ക്ക് RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ലേ? അതിന്റെ ഒരു ബാധ്യത അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ചോദന RSSന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ലേ? RSS ഈ രാജ്യത്തെ അമ്മയായിട്ട് കാണുമ്പോൾ ആ അമ്മയെ ഭരിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ടില്ല എന്നാണ് ഇവിടെയുള്ള പല ആൾക്കാരും പറയുന്നത്. അങ്ങനെ പൊരുതിയിട്ടുണ്ടോ? അങ്ങനെ പൊരുതിയിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ്? ഇത് പലപ്പോഴും പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ RSS 100ാമത്തെ വർഷം എത്തി നിൽക്കുന്ന ഈ ഒരു ദിവസത്തിൽ നമുക്കിതൊന്നുകൂടെ രാജ്യത്തിലെ അല്ലെങ്കിൽ ഈ നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്താണ്? എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഞാൻ സമഗ്രമായിട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് 2 എപ്പിസോഡുകൾ ചെയ്തിരുന്നു. ഏതാണ്ട് 2 വർഷത്തോളം ആകുന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ 100ാം വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സംഘടന, രൂപീകരിച്ചത് മുതൽ തളർച്ച എന്താണെന്ന് അറിയാത്ത ഒരു സംഘടന, 3 വട്ടം നിരോധിച്ചിട്ടും തളർത്തു വളർന്ന ഒരു സംഘടന. ഈ സംഘടനയുടെ ചരിത്രം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊന്നുമില്ല. സ്വാതന്ത്ര്യം നേടുത്തുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് നെഹ്റുവും ഗാന്ധിയുമാണ്. ഇതിനപ്പുറത്തേക്ക് പേരുകളൊന്നുമില്ല. ഇതിനു വേണ്ടി രക്തസാക്ഷികളായവരില്ല. ഇവര് ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയപ്പോഴും ഉപ്പ് സത്യാഗ്രഹം നടത്തിയപ്പോഴും മറ്റും, അല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്തിയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യമെടുത്ത് കൈവെള്ളെത്തുന്നതല്ല. അനവധി രക്തസാക്ഷികൾ, ബലിദാനികളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ സ്വാതന്ത്ര്യ സമരമായിരുന്നു. അതിൽ RSSന് എന്ത് പങ്ക് എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, RSSൻ്റെത് പങ്ക് ഇന്ത്യയിലെ ഒരു ചരിത്ര പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിട്ടില്ല. കാരണം ചരിത്രം രേഖപ്പെടുത്തുന്ന റോളിലേക്ക് പോയിട്ട് RSSനെ 7 അയലത്ത് അടുപ്പിക്കാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് RSS വളർന്നു വരുന്നത് എന്നുള്ളതാണ്. 1925 സംഘം രൂപീകരിക്കുമ്പോൾ മുതൽ അതിനെ വേട്ടയാടാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. രൂപീകൃതമാകുന്ന 1925, നമുക്കറിയാം ഒരു സംഘടന 1925 രൂപീകരിക്കും. വെറും കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട്, കുട്ടികളെ മാത്രം കൂടെ കൂട്ടിക്കൊണ്ട് തുടങ്ങിയ ഒരു സംഘടനയ്ക്ക് ഒരു വലിയ സമരമുഖത്തേക്ക് എത്താനുള്ള പ്രാപ്തി തുടക്കകാലത്ത് ഉണ്ടാകില്ല. ഒരു സംഘടനയ്ക്കും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ ആളും ആരവവും ഒക്കെ ആയി തുടങ്ങിയ വിജയുടെ പാർട്ടി ഒരു ചെറിയ ആൾക്കൂട്ടത്തിലെ പ്രശ്നമുണ്ടായപ്പോൾ ഉടുതുണിയില്ലാതെ വീട്ടിലേക്ക് ഓടിക്കയറിയ നേതാവിനെയും സംഘത്തെ നമ്മൾ കണ്ടത്. കാരണം അത് തുടക്ക ദിശയായുണ്ടോ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയ പാർട്ടി ആയിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. സംഘത്തിന്റെ പക്ഷെ അതിനുള്ള സ്ട്രെങ്ത് ഇല്ലായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ആൾബലവോ ഒരു പവറോ ഒന്നും തന്നെ സംഘത്തിനൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായി 1947 എന്ന് പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വം മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ചരിത്രം അറിയാത്ത സാധാരണപ്പെട്ടവരായിരിക്കും 1947 തന്നെ ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം എടുത്ത് കൈത്തന്നു, എന്നിട്ട് പറഞ്ഞു നിങ്ങളിനി ഭരിച്ചോ എന്ന് പറയുന്നത്. അതല്ല, 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോഴും ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, നമ്മുടെ രാജ്യം അനവധി നാട്ടുരാജ്യങ്ങൾ ചേർന്നതായിരുന്നല്ലോ. അല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഭൂപടം ഇപ്പോൾ കാണുന്ന രീതിയിലായിരുന്നില്ല, നാട്ടുരാജ്യങ്ങളായിരുന്നു. അതിൽ തന്നെ ഏതാണ്ട് പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ നമ്മുടെ പല സംസ്ഥാനങ്ങളും നാട്ടുരാജ്യങ്ങളായിരുന്നു. ആ സംസ്ഥാനങ്ങൾ പോലും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായില്ല. ഇവിടെയാണ് സുഡാപ്പികൾ എപ്പോഴും പറയില്ലേ,
മുസ്ലിങ്ങളാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതെന്ന്. അവർ പോരാടി എന്നുള്ള സത്യമാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും കൂടെ നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നതായിരിക്കും നന്നായിരിക്കുന്നത്. കാരണം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇവിടെ ആ ഇന്ത്യ സ്വതന്ത്രമാകുന്ന വേണ്ടിയിട്ട് ഇവർ പോരാടി എന്ന് പറയുന്നു. ഇവര് കേരളത്തിൽ പോരാടിയെന്ന കഥ എല്ലാവർക്കും അറിയാം. ഇനി മറ്റിടങ്ങളിൽ ഇവർ പോരാടിയ സ്ഥലങ്ങൾ ഹൈദരാബാദും ജുനഗഡും ഭോപ്പാലും ഒക്കെയാണ് ഇവർ പോരാടി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ഥലങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതിരുന്നത് 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ? കാരണം ഹൈദരാബാദ് ഭരിച്ചുകൊണ്ടിരുന്ന നൈസാമാണ്. നൈസാം ഇന്ത്യൻ യൂണിയനിൽ ചേരാനല്ല താല്പര്യം പ്രകടിപ്പിച്ചത്, പാകിസ്ഥാനിൽ ചേരാനായിരുന്നു താല്പര്യം പ്രകടിപ്പിച്ചത്. അതുകൊണ്ടാണ് ചേരാതിരുന്നത്. ഒടുവിൽ അത് ബലപ്രയോഗത്തിലൂടെ വലിയ രീതിയിൽ തന്നെ അത് 1948 ഇന്ത്യയുടെ ഭാഗമായി മാറിയത്, ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായി മാറിയത്. ജമ്മു കാശ്മീരിലെ രാജാവ് 1947 ഒക്ടോബറിൽ പാകിസ്ഥാനിലെ അടികിട്ടി ചിപ്പം കിട്ടിയപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. ജുനഗഡില് നവാബ് മുഹമ്മദ് മഹബാബ് എന്താ കരുതിയത്? ഈ ബ്രിട്ടീഷുകാരൊക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ കഴിയുമെന്ന് കരുതി. പക്ഷെ 1948 വന്നപ്പോഴേക്കും അവിടുത്തെ ജനങ്ങൾ വിധി എഴുതി ഇന്ത്യൻ യൂണിയനിൽ ചേർന്നേ പറ്റൂ എന്ന്. ബാക്കി ഈ നവാബും സംഘമൊക്കെ നാടുവിടുകയാണ് പിന്നെ ഉണ്ടായത്. ഭോപ്പാലിലേക്ക് വരുമ്പോൾ അവിടെ ഭരിച്ചിരുന്ന ആരാണ്? നവാബ് ഹമീദ് ഉല്ലാ ഖാൻ. അദ്ദേഹവും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായില്ല. ഒടുവിൽ അവിടെയും ജനം തീരുമാനിച്ചു. 1948 അത് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാൻ വോട്ടെടുപ്പ് നടത്തി തീരുമാനമാകുന്നത്. ഇവിടെ ഈ SDPക്കാർ എപ്പോഴും പറയുന്നത് 47 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുന്ന പണ്ട് കാലത്ത് നാട്ടുരാജ്യങ്ങളിൽ പലതും ഈ മുഗളന്മാരും അവരുടെ പിൻഗാമികളും ഒക്കെ ഭരിച്ചിരുന്നതും ഭരിച്ചടക്കി വെച്ചിരുന്നതുമാണ്. സ്വാതന്ത്ര്യ സമരത്തോടു കൂടി അവർ അപ്പോഴും വിട്ടൊഴിയാതിരുന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് ഈ ഹൈദരാബാദ്, ഭോപ്പാല്, ജുനഗഡും ഒക്കെ സംഭവിച്ചത്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് വലിയ സ്ഥലങ്ങളെ കുറിച്ചാണ്. പിന്നീട് മണിപ്പൂർ, അവിടുത്തെ മഹാരാജാവ് പിന്നീട് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. 1949 ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന സംസ്ഥാനം സിക്കിമാണ്. 1975 സിക്കിം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായി മാറുന്നത്. ഇത് ഇത്ര മാത്രമായിരുന്നില്ല. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇന്ന് കാണുന്ന യൂണിയൻ ടെറിട്ടറികൾ, അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നഗർ ഹവേലി, ഗോവ, പോണ്ടിച്ചേരി തുടങ്ങിയ നമ്മളുടെ അൻഡമാൻ നിക്കോബാർ ദ്വീപുകളടക്കമുള്ള നമ്മുടെ യൂണിയൻ ടെറിട്ടറികളിലൊന്നും തന്നെ പോർച്ചുഗീസുകാർ അവിടെ വിട്ടു പോയിരുന്നില്ല. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ RSS സജീവമായി പങ്കെടുത്തു എന്ന് വിവിധ മാധ്യമപ്രവർത്തകരും എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്ന് വായിക്കാം. പത്രപ്രവർത്തകനായ AR മൽക്കാനിയുടെ ദ RSS സ്റ്റോറി എന്ന് പറയുന്ന പുസ്തകം, ഒപ്പം തന്നെ എഴുത്തുകാരൻ ആയ രത്തൻ ശാരദ സംഘവും സ്വരാജ്യവും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം, HV ശേഷാദ്രിയുടെ എ വിഷൻ ഇൻ ആക്ഷൻ, ഇത് ദാദ്ര നഗർ ഹവേലിയെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കാര്യമാണ്, എ വിഷൻ ഇൻ ആക്ഷൻ. അതുപോലെ ദിനാദ് മിശ്രയുടെ മിത്ത് ആൻഡ് റിയാലിറ്റി തുടങ്ങിയ പുസ്തകങ്ങൾ ഇത് സവിസ്തരം പറയുന്നുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും ഭൂതപൂർവം ഇത്തരം സമരങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് അവിടെ എല്ലാം നെഹ്റുവിനെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ഈ ചരിത്രകാരന്മാരന്ന് ചെയ്തത്. പിന്നീടാണല്ലോ എല്ലാവർക്കും ഇതിന്റെ സത്യം മനസ്സിലാകുന്നത്. എങ്ങനെയായിരുന്നു അവിടെ സമരം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഘത്തിന് ഈ ഗോവയും ദാദ്ര നഗർ ഹവേലിയും ഒക്കെ മോചിപ്പിക്കണമെന്ന് ഒരു വലിയ ചിന്ത ഉയർന്നു വരികയും വിവിധ സംഘടനകൾ, അതിൽ കോൺഗ്രസ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയണം. ഇനി കോൺഗ്രസ് ചെയ്ത ചതി കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. ഈ സമരത്തിന് എതിരായിട്ട് കർമ്മക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഒരു ആന്തോളൻ ചേർന്നു. ആന്തോളൻ ദളാണ്, അതായത് ഇവിടെ ഇതിനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സംഘടന. ഈ സംഘടനയ്ക്ക് വേണ്ടി ലതാ മങ്കേഷ്കർ ഒക്കെ അന്ന് ഈ പാട്ടിലൂടെ ഫണ്ട് സ്വരൂപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇതുകൊണ്ട് കാര്യമില്ല, ഈ സമരം കൊണ്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ RSS അവിടേക്ക് 2 സ്വയം സേവകരെ നിശ്ചയിക്കുകയാണ്. അങ്ങനെ ആസാദ് ഗോമന്തക് ദൾ എന്നാണ് ഈ സംഘടനയുടെ പേര്, ആസാദ് ഗോമന്തക് ദൾ. ഈ ആസാദ് ഗോമന്തക് ദളാണ് ദാദ്ര നഗർ ഹവേലിക്ക് വേണ്ടിയും പോരാടിയ ഒരു പ്രധാനപ്പെട്ട സംഘടന, ഗോവയ്ക്ക് വേണ്ടി പോരാടിയ സംഘടന. പക്ഷെ ഈ സംഘടന കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സംഘം 2 പ്രചാരകന്മാരെ ഏർപ്പെടുത്തുന്നു, അങ്ങോട്ടേക്ക് വിടുന്നു. ആ പ്രചാരകന്മാരുടെ പേരാണ് നാനാ കജ്രേക്കർ. അതിലൊരാളുടെ പേരാണ് നാനാ കജ്രേക്കർ. മറ്റാളുടെ പേര് സുധീർ ഫാട്കെ എന്ന് പറയുന്ന 2 പ്രചാരകന്മാരെ അങ്ങോട്ടേക്ക് അയക്കുന്നു. ഈ പ്രചാരകന്മാര് അവിടെ പോയി 73 ഗ്രാമങ്ങൾ അടങ്ങിയ ഒരു പ്രദേശമാണ് ദാദ്ര ഹവേലി. അപ്പോൾ അവർക്ക് തോന്നി, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ സമരം കൊണ്ട് ഇത് സ്വതന്ത്രമാകാൻ പോകുന്നില്ല, സായുധ വിപ്ലവത്തിൽ കൂടെ മാത്രമേ ഇത് സ്വാതന്ത്ര്യം നേടും, അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക, അല്ലാതെ വേറെ ഇവന്മാർ പോകുന്ന ലക്ഷണമൊന്നുമില്ല. പോർച്ചുഗീസുകാർ വളരെ ശക്തമാണ്. അന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ബ്രൻ ഗണ്ണുകൾ, റൈഫിളുകൾ, സ്റ്റൺ ഗണ്ണുകൾ, ഇതൊക്കെ അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ പിടിച്ചിട്ടുള്ള പട്ടാളക്കാരാണ് അവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് പോയില്ല. ഇപ്പൊ പോലീസ് സ്റ്റേഷനാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഭരണകേന്ദ്രം. അവിടേക്കാണ് ഈ സമരം ചെയ്യുന്നവരൊക്കെ പിടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ആക്രമിക്കുക. അങ്ങനെ 1954
ദാദ്ര പോലീസ് സ്റ്റേഷൻ ഈ സ്വയം സേവകരുടെ സംഘം, അതായത് യുണൈറ്റഡ് ഫ്രണ്ട്, ആ യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന, അതായത് വിവിധ സംഘടനകൾ ചേർന്നിട്ടാണ്. RSS ഉണ്ട്, NLMO ഉണ്ട്, AGD ഉണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അതിനകത്തുള്ള ഈ സായുധമായി പോരാടാൻ തയ്യാറുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു തുടങ്ങിയ ഒരു സംഘടനയാണത്. ആ സംഘടന ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, ഈ പറയുന്ന 17 പോലീസുകാരെ തടവിലാക്കുന്നു, നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നു, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ദാദ്രയിലെ, ദാദ്ര നഗർ ഹവേലിയിലാണ്. അടുത്തത് ഈ സംഘം കുറച്ച് ദിവസത്തിന് ശേഷം ഹവേലിയിലേക്ക് നീങ്ങുന്നു. അവിടെ രക്തരൂക്ഷിതമായ സംഘർഷം നടക്കുന്നു. ഇതിലൊക്കെ RSSന് അനവധി സ്വയംസേവകർ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നും ഈ സായുധ പോരാട്ടത്തിൽ പങ്കെടുത്ത 55 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ കാലഘട്ടത്തിലും അവർ ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ വർഷം അവരെ നാഗപ്പൂരിൽ ആദരിക്കുന്ന ഒരു ചടങ്ങൊക്കെ സംഘം നടത്തുകയുണ്ടായി വരുന്നു. ഇതിനു ശേഷം സംഘം ഒരു പ്രഖ്യാപനം നടത്തി, ഞങ്ങള് സിൽവാസയിലേക്ക്, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതാണ് സിൽവാസയിൽ, അപ്പോൾ ഈ സിൽവാസയിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുന്നു. കാരണം സിൽവാസ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനമാണ്. അങ്ങോട്ടേക്ക് ഞങ്ങൾ അപ്പം ദാദ്ര മോചിപ്പിച്ച് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടെ ദേശീയ പതാക നാട്ടി അവിടുത്തെ 175 പട്ടാളക്കാരെ ആയിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാമായിട്ട് അവർ നിശ്ചയിച്ചിരുന്നത്, ഈ സായുധങ്ങളുമായി. അതിൽ 17 പോലീസുകാരെ അവിടെ നിന്ന് അടിച്ചോടിക്കുകയോട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാദ്ര പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കുകയും ദേശീയ പതാക ഉയർത്തുകയും ചെയ്തപ്പോൾ അതിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത് ഈ സമരക്കാർ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഹവേലിയിൽ വരുന്നു, സെയിം പോലീസ് സ്റ്റേഷൻ ഇതാകുന്നു. പിന്നീട് ഇവര് മാർച്ച് ചെയ്ത് ഹവേലിയിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഈ ഹവേലിയിലേക്ക് മാർച്ച് ചെയ്യുമ്പോഴേക്കും അതുവരെ അവിടെ പിടിച്ചു നിന്നിരുന്ന ഈ പോർച്ചുഗീസുകാരുടെ ഒരു ക്രൂരനായ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ വിർജിലിയോ ഫിഡാൽഗോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഫിഡാൽഗോ ഒടുവിൽ ഈ സായുധ കലാപം രൂക്ഷമാകും എന്ന് കണ്ടതുകൊണ്ട് ഇവര് പിന്മാറി അവിടെ നിന്ന്. പക്ഷെ പിന്മാറിയെങ്കിൽ പോർച്ചുഗീസുകാർ അവിടെ നിന്ന് പിന്മാറി. അങ്ങനെ ദാദ്ര നഗർ ഹവേലിക്ക് 1954 ഒക്ടോബർ 2 അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പക്ഷെ ഇവിടെയും പ്രശ്നങ്ങളുണ്ടായി. പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പോർച്ചുഗീസുകാര് അന്താരാഷ്ട്ര കോടതിയിൽ പോയി, ഇത് ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങൾക്ക് വേണം, ഇത് ഇന്ത്യയുടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസിന് പോയി. പിന്നീട് കോടതിയുടെ ഒരു തീരുമാനം വന്നു, ഒരു കാര്യം ചെയ്യാം, അവിടെ ഒരു റഫറൻഡം നടത്തൂ, ജനങ്ങളുടെ തീരുമാനം എന്താണ് എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വോട്ടെടുപ്പിൽ അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനവും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിന് വേണ്ടിയിട്ട് അനുകൂലമായി വോട്ട് ചെയ്യുകയും 1961 കൂടി അത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഇനി ഗോവയുടെ വിമോചന സമരം 1961 തുടങ്ങുന്നത്. അതായത് ദാദ്ര നഗർ ഹവേലിക്ക് 1961 സ്വാതന്ത്ര്യം, അതായത് ഇന്ത്യൻ യൂണിയനിൽ പൂർണ്ണമായി ലയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗോവ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങുന്നത്. ഇപ്പൊ ഈ ദാദ്ര നഗർ ഹവേലി സ്വാതന്ത്ര്യ സമരത്തിൽ RSSന്റെ പങ്ക് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകും. അനവധി സ്വയംസേവകർ ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട 2 സ്വയംസേവകരുടെ പേരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പിന്നീട് ഇതേപോലെ ഗോവ, ഈ ഗോവയിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു സമരം RSS പ്ലാൻ ചെയ്തു. RSS പ്ലാൻ ചെയ്തിട്ട് അതിന് നേതൃത്വം കൊടുത്തത് വിനായക റാവു ആപ്തെ എന്ന് പറയുന്ന ഒരു ഒരു പ്രചാരകന്റെ കീഴിലാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകി. ഒപ്പം തന്നെ ജനസംഘത്തിന്റെ നേതാവും കൂടെ ആയിരുന്ന ജഗന്നാഥ റാവു ജോഷിയും കൂടെ ചേർന്നു. അങ്ങനെ ഇവരൊരു സത്യാഗ്രഹം ആരംഭിച്ചു. ഒരു 5000 പേര്, സ്ത്രീകളടക്കം 5000 പേരുള്ള ഒരു വലിയ സത്യാഗ്രഹം ഗോവയുടെ ബോർഡറിൽ ഒരു വലിയ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. ഈ സത്യാഗ്രഹ സമരത്തെ അവിടുത്തെ ഈ പറയുന്ന പട്ടാളം വളരെ നിഷ്ഠൂരമായിട്ടാണ് നേരിട്ടത്. അതായത് വെടിവെപ്പുണ്ടായി, അനവധി പേർ കൊല്ലപ്പെട്ടു, 3000-ഓളം പേരെ ജയിലിലടച്ചു, 300 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പക്ഷെ ഈ സമരത്തോട് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിന്നു. അതിനന്ന് കോൺഗ്രസ് പറഞ്ഞ വിചിത്രമായ ഒരു കാര്യമായിരുന്നു. കോൺഗ്രസ് പറഞ്ഞത് ഗോവക്കാർക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ അവർ സമരം ചെയ്തോളൂ, നിങ്ങൾ എന്തിനാണ് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് പോയി സമരം ചെയ്യുന്നത്? കാരണം സംഘത്തിന് ഗോവയിൽ മാത്രം അല്ലല്ലോ, സംഘം കാണുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ഒന്നായിട്ടാണ്, ഇന്ത്യക്കാരെ മുഴുവൻ ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പൊ എല്ലായിടത്തും സ്വയം സേവകർ മാർച്ച് ചെയ്യും. അത് സംഘത്തിന്റെ തുടക്കകാലം മുതലുള്ള രീതിയാണത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്നത്? അതുകൊണ്ട് ഗോവക്കാർ അവർ ചെയ്തോളും, നമ്മളൊന്നും അതിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞു. അന്ന് AK ഗോപാലൻ, അതായത് നമ്മുടെ AKG CPM-ന്റെ, അവരും ഈ കോൺഗ്രസിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അവരും പങ്കെടുത്തില്ല, ആരും പങ്കെടുത്തില്ല. അവസാനം ഈ ജനസംഘവും ഈ RSS-ഉം ആണ് ഈ സമരത്തിന്റെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നെഹ്റുവിനോട് പലവട്ടം ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇടപെടണം, കാരണം ഇത് ഇന്ത്യൻ യൂണിയനിൽപ്പെടുന്ന ഗോവ പ്രദേശമാണ്, ഇടപെടണം. പക്ഷെ നെഹ്റു ഒരിക്കൽ പോലും ഇടപെടാൻ തയ്യാറായില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺവെൽത്തിലടക്കം ഇന്ത്യക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു ബ്രിട്ടീഷുകാർ നൽകിയത്. മഹത്തായ രാജ്യം, മഹത്തായ നേതാവ് എന്നൊക്കെ നെഹ്റുവിനെ പറഞ്ഞപ്പോൾ നെഹ്റു അങ്ങ് പൊങ്ങി. അത് മാത്രവുമല്ല, ഈ പോർച്ചുഗീസുകാർക്ക് ഗോവ അങ്ങ് കയ്യിൽ കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാവിധ അഴിഞ്ഞാട്ടത്തിന്, കാരണം സ്വന്തം വീട് പോലെയും പറമ്പ് പോലെ ആയിരുന്നല്ലോ ഇന്ത്യ മഹാരാജ്യം ഈ കുടുംബം കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ സ്ഥലം കയ്യേറി, നിങ്ങൾ എടുത്തോ, പണ്ട് കാലത്ത് കാരണവന്മാർ അങ്ങനല്ലേ, ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം, എടുത്തോ, ഇത് നിനക്ക് എന്ന് പറഞ്ഞ് വിധിച്ചു കൊടുക്കുന്നത് പോലെയായിരുന്നു ഈ ഗോവ ഇവർക്ക് കൊടുത്തിരുന്നത്. ഈ സമരം രക്തരൂഷിതമാകുകയും നിരന്തരം സംഘർഷം വരിക, അനവധി സ്വയംസേവർ ബലിദാനികളായ ഒരു ഐതിഹാസിക സ്വാതന്ത്ര്യ സമരമാണ് ഗോവയിൽ നടന്നത്. ആ സമരത്തിന്റെ ഒരു നേതൃനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തിയെ പിന്നീട് 1961
ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ആ നേതാവിന്റെ പേരാണ് ഡോക്ടർ പുണ്ഡലിക് ഗത്തോണ്ടെ. ഇത് ആ ഗോവൻ സമരത്തിന് നേതൃത്വം കൊടുത്ത RSSകാരനായ നേതാവാണ്. 1961 ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ നെഹ്റു പറഞ്ഞു, ഞങ്ങൾ അപ്പോഴത്തേനും കരാറായി. പോർച്ചുഗീസുകാർക്ക് മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ കരാറായപ്പോൾ നെഹ്റു പറഞ്ഞു, ശരി, അവിടെ എംബസി പൂട്ടാൻ ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയുകയും അങ്ങനെ അത് ഇന്ത്യൻ യൂണിയനിൽ ചേരുകയുമായിരുന്നു ഉണ്ടായത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഭൂപടം ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യ സമരം തുടർന്നുകൊണ്ടേയിരുന്നു. അതാണ് ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല എന്ന് RSS രൂപീകരിച്ച വേളയിൽ RSS പറഞ്ഞല്ലോ, ഇന്ത്യ ഇപ്പോഴും സ്വതന്ത്രമായിട്ടില്ല. എല്ലാവരും ചോദിക്കത്തില്ലേ, RSS എന്തുകൊണ്ടാണ് ദേശീയ പതാക ഉയർത്താഞ്ഞത്? RSS എന്തുകൊണ്ടാണ് പിന്നെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ആഘോഷിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഇന്ത്യ സ്വതന്ത്രമായിരുന്നില്ല 1947. ഇന്ത്യയിലെ ചില നാട്ടുരാജ്യങ്ങൾ അപ്പോഴും ഈ രാജ്യത്ത് നിന്ന് വിട്ടുനിന്നിരുന്നു. അവർ കൂടി ചേർന്നാലല്ലേ ഇന്ത്യ ആകൂ. അപ്പോഴല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ കഴിയും. 61 കഴിഞ്ഞ് 75 സെക്കൻഡ് വരെ ചേരുന്നത് വരെ സംഘത്തിന് സ്വാതന്ത്ര്യ ആഘോഷിച്ചിട്ടില്ല എങ്കിൽ അതൊരു കറക്റ്റ് ന്യായീകരണമുണ്ട്, കാര്യമുണ്ട്. കാരണം സ്വതന്ത്രമായാലല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ കഴിയും. അപ്പോഴും സ്വതന്ത്രമാകാത്ത നാട്ടുരാജ്യങ്ങളില്ലായിരുന്നു ഇവിടെ. ആ നാട്ടുരാജ്യങ്ങളും കൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഇന്ത്യ സംഘം ദേശീയ പതാക ഉയർത്തുമ്പോൾ അതിന് അർത്ഥവത്തായ ഒരു ദേശീയ പതാക ഉയർത്തലായിട്ടാണ് ഞാൻ കാണുന്നതിന്. കാരണം 1947 നമ്മുടെ ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല അന്നുണ്ടായിരുന്നു. എത്രയോ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനുമായി ചേർന്നിട്ടില്ല. അപ്പോഴെങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെന്ന് ഇവർ പറയുന്നത്? ആ സ്വാതന്ത്ര്യം പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് സംഘത്തിന്റെ അന്നത്തെ നിലപാട്. ഇന്ന് ആ നിലപാടല്ല. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഒരു കൃത്യമായ അതിർത്തിയുണ്ട്, ഒരു ഭൂപടമുണ്ട്. അന്ന് ഭൂപടമില്ല. എന്തിന് നമ്മുടെ തിരുവിതാംകൂർ പോലും സ്വാതന്ത്ര്യം നേടിയതിന് പിന്നീടല്ലേ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറുന്നത്, നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂർ പോലും. അതൊക്കെ പിന്നെ 47 തന്നെ വലിയ മാസത്തെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ വർഷങ്ങളുടെ വ്യത്യാസമല്ലേ വന്നിരിക്കുന്നത്. എത്ര പോരാട്ടങ്ങൾ നടത്തുകയുണ്ടായി. ഈ രക്തരൂഷിതമായ 2 സമരങ്ങൾ, ഈ സ്വയംസേവകരുടെ ബലിദാനം നടന്നില്ലായിരുന്നെങ്കിൽ ദാദ്ര നഗർ ഹവേലിയും ഗോവയും ഇന്നും കോൺഗ്രസ്സുകാർ പോർച്ചുഗീസുകാർക്ക് കൊടുത്തു തന്നെ. ഇന്ന് വലിയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. ഇവിടെയാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇത് ചരിത്രത്തിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ടാണ് അവർക്കെന്ത് റോള്, അവര് ദേശീയ പതാകയെ അപമാനിക്കുന്നു, അവർ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കുന്നില്ല, ആഘോഷിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയണം. ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നും ചവിട്ടിക്കളഞ്ഞാലും ഇപ്പോഴും ജീവിക്കുന്ന രക്തസാക്ഷികൾ അല്ലെങ്കിൽ ജീവിക്കുന്ന ബലിദാനികളുണ്ട് ഈ സംഘടനയിലും ഈ രാജ്യത്തുമൊക്കെ. അവരിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഈ പരിക്ക് പറ്റിയവരുടെയൊക്കെ നില വളരെ ഗുരുതരമായിരുന്നു ഈ ഗോവ വിമോചന സമരത്തിലൊക്കെ. അവരിപ്പോഴും ചിലരൊക്കെ ഉണ്ട്, അവശേഷിക്കുന്നവരുണ്ട്, പ്രായമായിട്ടുണ്ട്, ചിലരൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നു. നമുക്കറിയാമല്ലോ, സംഘത്തിനൊക്കെ കൊച്ചു പിള്ളേരായിരിക്കും എപ്പോഴും സ്വയം സേവകരായിട്ട് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അക്കാലത്ത് സമരങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകളുണ്ട്. അപ്പോ സ്വാഭാവികമായും അവരിൽ നിന്നുമൊക്കെ ശേഖരിച്ച് ഈ പുസ്തകങ്ങളായിട്ട് അനവധി എഴുതിയിട്ടുണ്ട്. ഇതിനെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് നെഹ്റുവാണ് സ്വാതന്ത്ര്യം നേടുന്നത്, ഗാന്ധിജിയാണ് സ്വാതന്ത്ര്യം. ക്വിറ്റ് ഇന്ത്യ സമരം നടത്തി കഴിഞ്ഞാൽ ഇത്രയും സായുധ ബലമുള്ള ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടുപോകുമെന്ന് കരുതുന്നുണ്ടോ? എല്ലാ മിഷൻ ഗണ്ണും മറ്റേ സംവിധാനമൊക്കെ ഉള്ള താലിബാൻ 20-22 വർഷം പോരാടിയിട്ടാണ് അമേരിക്ക അവിടുന്ന് കുറച്ചെങ്കിലും കെട്ടുകെട്ടിക്കാൻ അവർക്ക് പറ്റിയത്. അവരാരുടെയൊക്കെ സഹായം നേടി? റഷ്യയുടെ സഹായം തേടിയില്ലായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ്, അന്നത്തെ കാലഘട്ടത്തില് ഈ പറയുന്ന ഈ ദണ്ഡയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, അവിടെ നിന്ന് ബ്രിട്ടീഷ് പട്ടാളത്തെ തുരത്തുക, പോർച്ചുഗീസ് പട്ടാളത്തെ തുരത്തുക, ദേശീയ പതാക ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ ചരിത്രത്തിലെ സുവർണ ലിപികളാണ് അതൊക്കെ. ഇതൊക്കെ എന്തുകൊണ്ടോ ഇതിനൊന്നും നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോ ചരിത്രകാരന്മാരോ പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഇനിയും അത് മൂടിവെക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മളെ കണക്കുള്ളവർ ഇത് അറിയുന്നുണ്ടെങ്കിൽ അനവധി പേര് ഇത് അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ തമാശകൾ പറയുമ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ നമുക്ക് ചിരി വരുന്നത്. ഇവരെന്തറിഞ്ഞിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്, എന്ത് കാര്യത്തിലാണ് ഇവർ പ്രസംഗിക്കുന്നത് എന്നുള്ളത്. ചരിത്രം അറിയില്ല. ഇവരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള നെഹ്റു, ഗാന്ധിജി, ഇന്ദിര, രാജീവ് ഗാന്ധി, കരുണാകരൻ, ഇതല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നും. അതിൻ്റെ ഇടയ്ക്ക് ഇടതുപക്ഷക്കാർ കുറച്ച് സ്ട്രോങ് ആയിട്ട് വന്നപ്പോൾ അവരും അവരുടേതായ കോൺട്രിബ്യൂഷൻ ഈ ചരിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് നടത്തിയത്. പിന്നെ മുലക്കരം നിർത്തലാക്കിയത് CPMന്റെ പോളിറ്റ് ബ്യൂറോ കൂടിയുള്ള തീരുമാനമായിരുന്നു എന്നൊക്കെയുള്ള കുറെ അബദ്ധ ജലടിലമായ കഥ. പിന്നെ സുഡാപ്പികൾ ശക്തമായപ്പോൾ അവർ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ഞങ്ങളാണ്. അപ്പോഴാണ് മാപ്പിള കലാപമൊക്കെ ആൾക്കാരെടുത്ത് പുറത്തിട്ടത്. ഇപ്പൊ കേരളം വിട്ടു, ഇന്ത്യയിൽ എല്ലായിടത്തും ആ ഇന്ത്യയിൽ അവർ പോരാടിയതിന്റെ കഥയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹൈദരാബാദും ജുനഗഡും ഭോപ്പാലും അടക്കമുള്ള മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ച പ്രദേശത്ത് പിന്നീട് സംഭവിച്ചു 47-ന് ശേഷം. അപ്പൊ അവർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പോരാടിയത്? ബ്രിട്ടീഷുകാരെ ഓടിക്കുക, പഴയതുപോലെ ഇവിടെ ബാക്കിയുള്ളവരെ ഭരിക്കുക എന്നുള്ളതാണ്. ഒടുവിൽ അവരെ കൈവച്ചപ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അപ്പം തിരിഞ്ഞു, കുറെ എണ്ണം പാകിസ്ഥാനിലേക്കും പോയി. ഇതാണ് യഥാർത്ഥ റിയൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതാണ്. ഇതുപോലത്തെ മാത്രമല്ല കേട്ടോ,
ഞാനിവിടെ എടുത്തു പറയുന്നത് RSSനെ മാത്രമല്ല ഞാൻ പറയുന്നത്. ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, സുഭാഷ് ചന്ദ്രബോസിനെ കണക്കുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, അനവധി സായുധ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ CPM എന്ന് പറയുന്നില്ല, ഭഗത് സിംഗിന്റെ ഒക്കെ അങ്ങനത്തെ പ്രസ്ഥാനങ്ങളായിരുന്നല്ലോ. അങ്ങനെ അനവധി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന സവർക്കറുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം, ഹിന്ദു മഹാസഭ കണക്കുള്ള പ്രസ്ഥാനങ്ങൾ, അതുപോലെ മറ്റു പ്രസ്ഥാനങ്ങൾ, ഇവരെല്ലാം പോരാടിയവർ തന്നെയാണ്. അവരുടെ ലൈൻ ഇച്ചിരി കട്ടിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ രണ്ട് സമരങ്ങളിൽ കൂടെ RSSും സായുധ കലാപത്തിൽ കൂടെയാണ് സ്വാതന്ത്ര്യം നേടിയതെന്നും അനവധി സ്വയം സേവരെ ബലിദാനികളാക്കേണ്ടി വന്ന സംഘടനയാണെന്നും ഇപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു പരിപാടി കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.